ഹലോ, ഇന്ന് ഉച്ച വരെ പ്രത്യേകിച്ചൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോഴാണ് എൻ്റെ ഏട്ടന്മാർ അവർ പുറത്ത് പോകുന്നുണ്ട് വരുന്നോ എന്ന് ചോദിച്ചത് ഞങ്ങളുടെ അടുത്ത്. ഫസ്റ്റ് ബീച്ചിൽ പോകാനായിരുന്നു പ്ലാൻ ഇട്ടുണ്ടായിരുന്നത്. പിന്നെ പ്ലാൻ മാറ്റി അത് കരിയാത്തൻപാറയിലേക്ക് ആക്കി മാറ്റി കേട്ടോ. ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ വലിയച്ഛനും വലിയമ്മയും ഏട്ടന്മാരും അനിയന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 2 മണി ആയ സമയത്തൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ധ്രുവ് ഞങ്ങളുടെ കൂടെയല്ലായിരുന്നു കേട്ടോ. അവൻ വലിയച്ഛൻ്റെ വണ്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആള് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവരുടെ കൂടെ കളിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് കള്ളുഷാപ്പ് കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് ആദ്യം പ്ലാൻ ഇട്ടിട്ടാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഷാപ്പ് കയറി ഫുഡ് കഴിക്കാൻ പോവുകയാണേ. ഞാൻ ഈ റീൽസിലും യൂട്യൂബിലൊക്കെ അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ ഓരോരുത്തർ പോകുന്നതും അവിടുത്തെ വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യുന്നതൊക്കെ. ഇതുവരെ പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളിതാ കഴിക്കാൻ പോവാം കേട്ടോ. ഞങ്ങൾ 2 എണ്ണം വീതമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം കള്ളാണ് കൊണ്ടു തന്നെ കേട്ടോ. മധുരമുള്ള കള്ളും ഉണ്ടായിരുന്നു, അങ്ങനെ അല്ലാത്തതും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ എത്തി. ആദ്യം തന്നെ ആരോടും കഴിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫോട്ടോസ് കാര്യമൊക്കെ എടുത്തിട്ടോ. നമുക്ക് സ്റ്റാറ്റസൊക്കെ ഇടണ്ടേ. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നേ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. അത് നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പം വേഗം അവിടെ എത്താമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഞങ്ങൾ വേഗം ഇറങ്ങി. പിന്നെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, കയ്യിൽ കുടയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിതാ കരിയാത്തൻപാറ എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറിയിട്ടോ. അവിടെ എത്തിയ സമയമാണെങ്കിൽ അടിപൊളി ടൈമായിരുന്നു. അത്യാവശ്യം നല്ല മഴക്കാറുണ്ടായിരുന്നു. മൂടി കിടക്കുന്ന ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ആ മലകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ആരെയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അങ്ങനെ ഇതാ മോനൊക്കെ വെള്ളത്തിൽ തന്നെ ആയിരുന്നു, വെള്ളത്തിൽ കളിക്കുന്നതായിരുന്നു കേട്ടോ. അവനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ആ വെള്ളത്തിന്. അതുകൊണ്ട് അവനാണെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങോട്ട് കയറുന്നുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ നീന്താൻ അറിയാത്തതുകൊണ്ട് ഞാൻ ആ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങാൻ പോയില്ല കേട്ടോ. എനിക്ക് ചെറിയൊരു പേടിയുണ്ട് വെള്ളത്തിലിറങ്ങാൻ. പിന്നെ ഇന്നത്തെ ഈ ഒരു വരവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്യാത്തൊരു യാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ 6 മണിക്കായ സമയത്ത് അവിടെ ഗാർഡ് വന്ന് വിസിലടിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി ഒരു ഐസ്ക്രീമും കഴിച്ച് പിന്നെ അധികം നേരം നിന്നില്ല. ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ അയച്ച് വേഗം വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.